ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ രേവതിയാണെങ്കിൽ അമ്പലത്തിൽ വരുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ സമയത്ത് പൂ കെട്ടി കൊടുക്കാത്തതിൻ്റെ പേരിൽ ലക്ഷ്മിയെ മറ്റൊരാൾ ചീത്ത പറയുന്നതാണ്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് ആകെ വിഷമമായി. അമ്മയെ അങ്ങനെ നാട്ടുകാർ ചീത്ത വിളിക്കുന്നത് കേട്ട് നിൽക്കാൻ ഒരിക്കലും രേവതിക്കോ അല്ലെങ്കിൽ നല്ലൊരു മക്കൾക്കോ കഴിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ സങ്കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മോള് അമ്മയ്ക്ക് വേണ്ടിയിട്ട് മാല കെട്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം മോള് പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാൻ പറഞ്ഞു. ശരി, അങ്ങനെയെങ്കിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വരാമെന്നും വെച്ച് നമ്മുടെ രേവതി പോയി തൊഴുതു പ്രാർത്ഥിച്ചു. അതിനുശേഷം അമ്മയ്ക്ക് അരികിലേക്ക് വരുക. അപ്പോൾ അമ്മ ഇങ്ങനെയാണെങ്കിൽ അമ്മയ്ക്കാണെങ്കിൽ ശരിക്കും പൂ കെട്ടാനൊന്നുള്ള ഒരു ഇത് അറിയത്തില്ലല്ലോ. അങ്ങനെ അമ്മ ഇങ്ങനെ പെടാപ്പാട് പെട്ടോട് നിൽക്കുന്നത് രേവതി കണ്ടു. അപ്പോൾ രേവതി എന്ത് ചെയ്തു, ആ മാല മേടിച്ച് അമ്മയുടെ കയ്യിൽ നിന്നും ആ പൂ കെട്ടുക. അപ്പോൾ മോളെന്നാൽ മാല കെട്ടുമ്പോഴത്തേക്കും അമ്മ ഇപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അപ്പുറത്തേക്ക് അങ്ങ് മാറി അങ്ങ് പോണു. ഈ സമയത്ത് നമ്മുടെ രേവതി പറഞ്ഞ നിമിഷം കൊണ്ട് ആ ഒരു മാല ഫുള്ള്, അതായത് തുളസി മാല ഫുള്ളായിട്ട് കെട്ടി അത് ഇങ്ങനെ വാഴയിലയിൽ പൊതിഞ്ഞ് കൊടുക്കാനായിട്ടുള്ള ആ ഒരു പരുവത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും അതിൻ്റെ ഉടമസ്ഥർ വന്നു അത് കയ്യിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തു. അപ്പോൾ ഇതുപോലെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായ സമയത്ത് ചെയ്ത് തരുന്നത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ഈ ഒരു ആവശ്യത്തിന് വരുന്നതെന്നും ഇങ്ങനെ ഒരുപാട് ഡിലേ ഒക്കെ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ കച്ചവടം കുറയും കേട്ടോ, ഞങ്ങളെപ്പോലുള്ളവരൊന്നും ഇങ്ങോട്ട് വരില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകാതെ നോക്കിക്കോളാം എന്ന് നമ്മുടെ രേവതി പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ ഈ ഒരു ഇത് പറഞ്ഞിങ്ങനെ നിൽക്കുന്നതും കണ്ടുകൊണ്ടാണ് ലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ലക്ഷ്മി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മോള് മാല കെട്ടി അത് കൊടുത്തു. ആഹാ, നീ ഇത്ര പെട്ടെന്ന് മാല കെട്ടി കൊടുത്തോ എന്ന് ലക്ഷ്മി ചോദിച്ചപ്പോൾ പിന്നല്ലാതെ ഇതിങ്ങനെ നീട്ടി വെക്കേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ അമ്മയോടൊരു കാര്യം പറയാം, അമ്മ അതനുസരിക്കണമെന്ന് പറഞ്ഞു. എന്താ നിനക്ക് പറയാനുള്ളത് മോളെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അമ്മേ എന്നും രാവിലെ പൂക്കൾ അമ്മ എനിക്ക് അങ്ങോട്ടേക്ക് തന്നു വിട്ടാൽ മതി, അവിടുന്ന് ഞാനത് കെട്ടി മാലയാക്കി തിരിച്ച് തന്നു വിടാം, പിന്നെ ഇത്രയും ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലെന്നൊക്കെ പറഞ്ഞപ്പം വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ലക്ഷ്മി പറഞ്ഞു. അതെന്താ ആവശ്യമില്ലാത്തത്? നീ ഇപ്പോഴേ ഭർത്താവിൻ്റെ വീട്ടിലാണ് ഉള്ളത്. അവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിനക്ക് സന്തോഷമായൊരു കുടുംബജീവിതം ഉണ്ടാക്കിയെടുക്കാനാണ് നീ നോക്കേണ്ടത്. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അതൊക്കെ എങ്ങനെ അങ്ങ് നടന്നോളും, നീ അതൊന്നും ഓർത്ത് ആദ്യ പിടിക്കേണ്ടെന്നൊക്കെ അമ്മ പറഞ്ഞപ്പോൾ ആദ്യ പിടിക്കേണ്ടെന്നോ, ഞാനത് ചെയ്യും. മാത്രമല്ല ഞാൻ കല്യാണം കഴിഞ്ഞാലും ഈ മാലകെട്ടലിനൊക്കെ പോകുമെന്ന് എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളോട് ഞാൻ അവരുടെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. നീ ആരോടാ ഇതൊക്കെ പറഞ്ഞത് എന്ന് അമ്മ ചോദിച്ചപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ആദ്യം എന്നെ കല്യാണം കഴിക്കാൻ ഒരാളെ കണ്ടുപിടിച്ചില്ലേ, അയാളോടാ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ നീ അയാളോടല്ലേ പറഞ്ഞത്, വേറെ ആരോടും പറഞ്ഞില്ലല്ലോ. അതുമാത്രമല്ല വേറെ ആരും നിന്നെ ആ ഒരു ഇതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞു. മാത്രമല്ല ഇനി നിനക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ സച്ചിയുടെ അനുവാദമാണ് മോളെ വേണ്ടത്. സച്ചിക്ക് ഇഷ്ടക്കേടുണ്ടാക്കുന്ന ഒന്നും എൻ്റെ മോള് ചെയ്യരുതെന്ന് പറഞ്ഞു. മോൾ ആ കുടുംബത്തിൽ കയറി ചെന്ന മരുമകളാണെന്നും അതിൻ്റേതായ ആ ഒരു ഇത് നിനക്കുണ്ടാവണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റേതായ ഇതിനൊക്കെ തന്നെ അമ്മ നിൽക്കുന്നതെന്നുള്ള കാര്യം പറയാം. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു, അമ്മയായിട്ട് സംസാരിച്ചു. അപ്പോൾ അമ്മയാണെങ്കിൽ ഒരു രീതിയിലും അമ്പിനും വെല്ലിനും അടുക്കുന്നില്ല. കാരണം രേവതി മാല കെട്ടി കൊടുക്കണ്ട എന്നുള്ളൊരിതില്ല. അപ്പോൾ അമ്മ അത് വീട്ടിലേക്ക് തന്നു വിട്ടില്ലെങ്കിൽ ഞാൻ രാവിലെ ഇന്ന് ഇവിടെ വന്നിരുന്ന് കെട്ടും എന്നുള്ള രീതിയിൽ വരെ രേവതി പറഞ്ഞു. അങ്ങനെ അമ്മയും മോളും കൂടി ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് വീട്ടിൽ അമ്പലത്തിൽ പോയ രേവതി ഇതുവരെ തിരിച്ചു വന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അതിനും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ കുറ്റം കണ്ടുപിടിച്ച് അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ആ കൊച്ചിവിടുത്തെ എല്ലാ സകല ജോലികളും തീർത്തിട്ടല്ലേ അമ്പലത്തിൽ പോയത് തിരിച്ചു വരാൻ തന്നെ, അല്ലാതെ അതുവഴി പോകാനൊന്നുമല്ല, നീ അതോർത്തിനി ഇരിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പുറത്ത് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടു. ആരായിരിക്കും? രേവതി ആയിരിക്കും വന്നതെന്നും പറഞ്ഞ് ചെന്ന് വാതിൽ തുറന്നപ്പോൾ കാണുന്നതോ ഒരു പോലീസുകാരൻ വന്ന് നിൽക്കുന്നു. പോലീസിനെ കണ്ടപ്പോഴത്തേക്കും ചന്ദ്രയുടെ നെഞ്ചൊന്ന് ഇടിച്ചു. ചന്ദ്ര ശരിക്കും പേടിച്ചു. അപ്പോൾ രവിയേട്ടൻ ഇങ്ങനെ ഇറങ്ങി ചെല്ലുന്നു. എന്താ സാറേ എന്ന് ചോദിച്ചു. ഞാനേ ഒരാളെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. ആരെ കാണാനാ? എന്താ സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നപ്പോൾ സച്ചിയുടെ കാര്യങ്ങൾ ആ ഒരു ഇതിങ്ങനെ കിടക്കുവാണല്ലോ. അപ്പോൾ ഇറങ്ങി ചെന്നു ചോദിച്ചപ്പോൾ ഞാൻ ഒരു പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടി വന്നതാണെന്നും സുധി ആരാണെന്ന് ചോദിച്ചു. എൻ്റെ മോനാ എന്നും പറഞ്ഞുകൊണ്ട് ചാടി കയറി അങ്ങോട്ട് ചന്ദ്ര പറയുന്നു. അപ്പം ചന്ദ്ര അത് പറഞ്ഞപ്പോൾ പാസ്പോർട്ട് വെരിഫിക്കേഷനോ? അവനിവിടെ നിന്ന് പോയിട്ട് നാളുകളായല്ലോ സാറേ എന്ന് പറഞ്ഞപ്പോൾ നാളുകളായിരുന്നു, അയാൾക്ക് അതിന് പാസ്പോർട്ട് പുതുക്കാതെ ഇവിടെ നിന്ന് പോകാനായിട്ട് കഴിയില്ലല്ലോ എന്ന് നേരെ സാറ് പറയുവാണേ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സുധിയുടെ കാര്യമല്ലേ, അത് രവിയേട്ടനൊട്ടും ഇഷ്ടമല്ലല്ലോ. അദ്ദേഹം കേട്ടിട്ട് കേൾക്കാത്ത മട്ടിലകത്തേക്ക് കയറിപ്പോയി. ഇതുപോലുള്ളവരുടെ കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോണത്. അങ്ങനെ അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും
ചന്ദ്ര എന്താ സാറേ അറിയാനുള്ളത്, എന്നോട് ചോദിച്ചോളാൻ പറഞ്ഞുകൊണ്ട് സാറിൻ്റെ മുന്നിൽ വലിയ ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. മകനെക്കുറിച്ചുള്ള കാര്യമല്ലേ, അതുകൊണ്ട്. അപ്പോൾ സുധിയെ ഒന്ന് വിളിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. എനിക്ക് സുധിയോടാണ് നേരിട്ട് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞപ്പോഴത്തേനും ചന്ദ്ര പെട്ടു. അത് എന്നോട് സംസാരിച്ചാൽ പോരെ സാറേ, സുധിയോട് തന്നെ സംസാരിക്കണമെന്ന് ചോദിച്ചപ്പം അതെന്താ സുധീന്ദ്രനോട് സംസാരിച്ചാലും നിങ്ങൾ പ്രശ്നമുണ്ടോ? ഈ പാസ്പോർട്ട് വെരിഫിക്കേഷൻ പൂർത്തീകരിച്ച് ഈ പാസ്പോർട്ടിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അയച്ചാൽ മാത്രമേ അയാളുടെ പഴയ പാസ്പോർട്ട് പുതുക്കി വരികയുള്ളൂ. അങ്ങനെ പാസ്പോർട്ട് വന്നാൽ മാത്രമേ അയാൾക്ക് വേറെ എവിടേക്കെങ്കിലും പോകാനായിട്ട് പറ്റുകയുള്ളൂ. അല്ലാത്ത പക്ഷം അയാൾക്ക് എങ്ങും പോകാനൊന്നും പറ്റത്തില്ലെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രൻ ഞെട്ടി. ചന്ദ്ര അന്നേരത്തേക്കും അങ്ങനെ ആ ഒരു ഇതിൽ സാറേ മോൻ ഇവിടെ ഇല്ല എന്ന് പറയാനുള്ള ആ ഒരു ഇതും കൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അങ്ങനെ ഗതി കെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, സാറേ അവനിവിടെ ഇല്ലയെന്ന്. എന്നാൽ അയാൾ ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ വരുമ്പം സ്റ്റേഷനിലേക്കൊന്ന് വരാൻ പറയണം എന്നും പറഞ്ഞാൽ സാർ അവിടെ നിന്ന് അങ്ങ് പോയി. ചന്ദ്ര ഇങ്ങനെ ആകെ പെട്ട് നിൽക്കുമോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? മകൻ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, അപ്പോൾ തൻ്റെ മകൻ കാനഡയ്ക്കൊന്നും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവൻ എവിടെയായിരിക്കും, അവൻ എങ്ങനെയായിരിക്കും കഴിയുന്നത്, അവൻ വിവാഹം കഴിച്ച പെണ്ണിൻ്റെ കൂടെ ആയിരിക്കുമോ? ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ തല പുകഞ്ഞു നിൽക്കുക കേട്ടോ ചന്ദ്ര. എന്നിട്ട് അകത്തേക്ക് കയറി ചെന്നു. അപ്പോഴേക്കും എന്തായി, നിൻ്റെ ഒളിച്ചോടിപ്പോയ മോനെ നീ പരിചയപ്പെടുത്തി കൊടുത്തോന്ന് ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല എന്ന് ചന്ദ്ര അന്നേരം പറഞ്ഞു. അവൻ കാനഡയ്ക്ക് പോയല്ലേ? അവൻ കാനഡയ്ക്കൊന്നും പോയിട്ടില്ല. അവൻ എൻ്റെ കട്ടെടുത്ത കാശും കൊണ്ട് അവൻ ഈ നാട്ടിൽ തന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയായിരിക്കും. അച്ഛൻ്റെ ഒരായുസ് മുഴുവൻ ഉണ്ടാക്കിയ ആ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ ആ ഒരു ഫലവുമായിട്ട് അവൻ ഏത് ലോകത്ത് പോയി അടി രക്ഷപ്പെടുന്നത്? അവൻ എവിടെയും പോയി രക്ഷപ്പെടില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുവാണ്. നേരത്തേക്കും രവിയേട്ടൻ അവനത് എടുത്തു എന്നല്ലേ അറിയുള്ളൂ, അതെന്തിനു വേണ്ടി എടുത്തു എന്താണെന്നൊന്നും അറിയില്ലല്ലോ. നിനക്ക് നാണമില്ലേ അവന് വേണ്ടി എൻ്റെ മുന്നിൽ നിന്ന് വക്കാലത്ത് പറയാനായിട്ട്? അത്രയും ആൾക്കാരുടെ മുന്നിൽ സ്വന്തം കുടുംബത്തെ മാനം കെടുത്തി എൻ്റെ അധ്വാനത്തിൻ്റെ കാശ് മുഴുവനും എടുത്തുകൊണ്ട് പോയി അവനെ ന്യായീകരിക്കുന്നു. അവൻ്റെ ജീവിതം ഒരിക്കലും ഗതി പിടിക്കുന്നതല്ല ചന്ദ്രൻ. അവൻ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അവൻ അനുഭവിക്കുന്നതേ എൻ്റെ ഈ കണ്ണുകൊണ്ട് തന്നെ ഞാൻ കാണും. അവനും എൻ്റെ മകൻ തന്നെയാണ്. പക്ഷേ ലോകത്തൊരു മകനും ഒരച്ഛനോടും ചെയ്യാത്ത ക്രൂരത അവൻ എന്നോട് ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ മനസ്സിനെ ഇങ്ങനെ കുത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ രവിയേട്ടൻ. ശരിക്കും അത് വേണം. അത്രത്തോളം മകന് വേണ്ടി വക്കാലത്ത് പിടിക്കുന്ന അമ്മയല്ലേ, ആ അമ്മയ്ക്കത് കിട്ടണം. അവൾക്കത് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഇങ്ങനെ ആലോചന ഇങ്ങനെ കൂടി വരും. എന്നാലും എൻ്റെ മോൻ എവിടെയായിരിക്കും, അവൻ എന്നെ ഒന്ന് വിളിച്ചാൽ എന്താ, അവൻ്റെ അമ്മയല്ലേ ഞാൻ, ഇതല്ലേ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ രേവതി അമ്പലത്തിൽ മാല കെട്ടിയൊക്കെ ഇതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇങ്ങനെ സുധിയുടെ കാര്യങ്ങൾ നടന്നുകൊണ്ട് രേവതിയുടെ കാര്യം ആശാത്തി അങ്ങ് വിട്ടു. അല്ലെങ്കിൽ പിന്നെ അതിനായിരുന്നു ഇന്നത്തെ സുഖവഴി. അങ്ങനെ ആ ഒരു സംസാരത്തിനൊടുവിൽ നമ്മുടെ രേവതി അവിടുന്ന് മാലകെട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങ് പോരുവാണേ. അപ്പോൾ രേവതി പോരുന്ന സമയത്ത് അമ്മയാണെങ്കിൽ രേവതിക്ക് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്താൽ വിടുന്നത്. മോളിനി വരേണ്ട കാര്യമൊന്നുമില്ലെന്നും പറഞ്ഞു. ഞാൻ വരും അമ്മ, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. അവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാമെന്നും പറഞ്ഞ് രേവതി അങ്ങനെ പറയാം. എന്നിട്ട് രേവതി ആണെന്നുണ്ടെങ്കിൽ പോരുന്നതിന് മുൻപ് അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദമൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ആർത്തിയോടെ ആ പ്രസാദമൊക്കെ കഴിക്കുന്ന രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മിക്ക് ആകെ ഒരു സംശയം, എന്താ മോൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നതെന്ന്. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു, ഇതെന്താ നിനക്ക് പറ്റിയത്, നീ എന്താ ഇങ്ങനെ കാണിക്കുന്നത്, നീ എന്താ ആഹാരം കാണാതെ കിടക്കുവാണോ എന്നൊക്കെ. ഇത് അമ്പലത്തിലേ അല്ലേ അമ്മേ, അമ്പലത്തിലെ കഴിച്ചിട്ട് എത്ര ദിവസമായി, അപ്പോൾ പിന്നെ ആ ഒരു ഇതും കൊണ്ട് ഞാൻ കഴിച്ചതാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പാപത്തിന് വിശന്നിട്ട് ഒരു രക്ഷയില്ല, നേരജുവിന് ഭക്ഷണം പോലും അതിന് കിട്ടണില്ല, അതുകൊണ്ടാണ്. അങ്ങനെ രേവതി അവിടെ നിന്നും അമ്മയ്ക്ക് ടാറ്റയൊക്കെ കൊടുത്ത് അമ്മയോട് യാത്ര പറഞ്ഞ് പോരുന്ന സമയത്ത് വീട്ടിൽ ഇനി എന്താകും എന്നുള്ളൊരു പേടിയോടുകൂടിയാണ് പാവം വരുന്നത്. കാരണം അവിടെ ഒരു പൂതന കാത്തിരിപ്പുണ്ട് എല്ലാം കൂടി എന്താ പറയുന്നത് ഇതിൻ്റെ തലയിലേക്ക് കൊണ്ടിടാനായിട്ട്. അപ്പോൾ അങ്ങനെ ചന്ദ്രയെ പേടിച്ച് നമ്മുടെ രേവതി വീട്ടിലേക്ക് ചെല്ലുന്നു. അതുപോലെ തന്നെ ലക്ഷ്മി തൻ്റെ മകളെക്കുറിച്ച് ഓർത്തിങ്ങനെ നിൽക്കുന്നു. ഇപ്പോൾ സുധി എന്ന് പറയുന്ന മകനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ രേവതിയുടെ മെക്കിട്ട് കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും 100-ൽ 80% മെക്കിട്ട് കയറും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥകളും കഥാവിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. വരുന്ന ദിവസത്തിലെ എപ്പിസോഡുകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.